ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുള്ള അമേരിക്കയിലെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിൻ്റെ മടക്കയാത്രയെക്കുറിച്ച് നമ്മൾ നിരവധി വാർത്തകൾ കേൾക്കുന്നുണ്ട്. സുനിത വില്യംസ് മാത്രമല്ല ആ സ്പേസ് സ്റ്റേഷനിലുള്ളത്. വിൽമോർ എന്ന മറ്റൊരു ബഹിരാകാശ സഞ്ചാരിയും ISSൽ അവരോടൊപ്പം ഉണ്ട്. ഈ ക്രൂ എങ്ങനെ ബഹിരാകാശത്തിലെത്തി? അവർ എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നതിന് കാലതാമസം നേരിടുന്നത്? അവർക്ക് എപ്പോൾ തിരിച്ച് ഭൂമിയിലെത്താൻ കഴിയും? അവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇക്കാര്യം പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS എന്ന് നോക്കാം. ബഹിരാകാശത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതിയാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഏകദേശം 100 മീറ്റർ നീളവും 4,25,000 കിലോഗ്രാം ഭാരവുമുള്ള ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു രാജ്യമല്ല നിർമ്മിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അമേരിക്ക, റഷ്യ, കാനഡ, ജപ്പാൻ, യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ ഇവരെല്ലാം കൂടെ സംയുക്തമായിട്ടാണ് ഈ ISS നിർമ്മിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നത്. അമേരിക്ക പ്രതിവർഷം $3 ബില്യൺ ISSന് വേണ്ടി ചെലവഴിക്കുന്നത്. ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പവർ ചെയ്യിക്കുന്നത് സോളാർ പാനലുകളാണ്. ഈ സോളാർ പാനലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 1 ഏക്കറോളം വരും. ഈ സ്പേസ് സ്റ്റേഷൻ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ്. ഭൂമിയെ ഇത് ഓരോ 90 മിനിറ്റിലും വലം വയ്ക്കുന്നുണ്ട്. ഇത്രയും വലിയ ഒരു സ്പേസ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നുകൊണ്ട് ചില അവസരങ്ങളിൽ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ സ്പേസ് സ്റ്റേഷനെ കാണാൻ കഴിയും. ടെലസ്കോപ്പിൻ്റെ ആവശ്യമില്ല. മൈക്രോ ഗ്രാവിറ്റി എങ്ങനെയാണ് ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ ഗവേഷണം. മനുഷ്യനെ സ്പേസിലെത്തിക്കുന്ന വാഹനങ്ങളെ സ്പേസ് ഷട്ടിൽ അഥവാ സ്പേസ് ക്രാഫ്റ്റ് എന്നറിയപ്പെടുന്നു. റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇവയെ വിക്ഷേപിക്കുന്നത്. ഇവ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ പോലുള്ള സ്പേസിലെ ഇൻസ്റ്റലേഷനുകളിൽ എത്തുകയും അവ കുറേ കാലം അവിടെ ചെലവഴിക്കുകയും ക്രൂ മെമ്പേഴ്സിനെയും കൊണ്ട് തിരിച്ചു ഭൂമിയിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് റീയൂസബിൾ ആണ്. അമേരിക്കയുടെ ചലഞ്ചർ, ഡിസ്കവറി, കൊളംബിയ, റഷ്യയുടെ സോയൂസ് ഇവയെല്ലാം തന്നെ ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. ഒരു റോക്കറ്റ് ഉപയോഗിച്ച് ഈ സ്പേസ് ക്രാഫ്റ്റിനെ ലോഞ്ച് ചെയ്യിക്കുന്നു. ശേഷം അത് ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ക്രൂ അവരുടെ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം സെയിം സ്പേസ് ക്രാഫ്റ്റിൽ കയറി തിരിച്ച് ഒരു എയർപ്ലെയിനിനെ പോലെ ഭൂമിയിൽ ഇറങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു റോക്കറ്റ് കൊണ്ട് വിക്ഷേപിക്കുന്നു, ഓർബിറ്റിൽ ഇവ കറങ്ങുന്നു, തിരിച്ച് ഒരു എയർപ്ലെയിനിനെ പോലെ ഭൂമിയിൽ വന്നിറങ്ങുന്നു. 3 പ്രധാന ഭാഗങ്ങളാണ് ഒരു സ്പേസ് ഷട്ടിലിനുള്ളത്. ക്രൂവിനെ ഉൾക്കൊള്ളുന്ന ഓർബിറ്റർ, ഒരു വളരെ വലിയ എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്ക്, സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ. ഇവ 3 ഉൾക്കൊള്ളുന്നതാണ് ഒരു സ്പേസ് ക്രാഫ്റ്റ് എന്നത്. ഏകദേശം 8-8.5 മിനിറ്റ് ദൈർഘ്യം ഉള്ളതായിരിക്കും മുകളിലോട്ടുള്ള യാത്ര. അതിൽ 2 മിനിറ്റോളം ഈ SRB എന്ന് പറയുന്ന റോക്കറ്റാണ് ഏറ്റവും നല്ല രീതിയിൽ ത്രസ്റ്റ് നൽകുന്നത്. 70% ത്രസ്റ്റ് നൽകുന്നത് SRB ആണ്. കുറച്ച് മാത്രം മെയിൻ എൻജിൻ, ഓർബിറ്ററിൻ്റെ മെയിൻ എൻജിൻ ത്രസ്റ്റ് നൽകും. ഈ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് SRB അടർന്ന് കടലിലേക്ക് വീഴുന്നു. ഇങ്ങനെ കടലിൽ വീഴുന്ന SRB തിരിച്ചെടുത്ത് വീണ്ടും റീയൂസ് ചെയ്യാൻ കഴിയും. ഈ ഓർബിറ്റർ ഏകദേശം 6-6.5 മിനിറ്റോളം മെയിൻ ടാങ്കിൻ്റെ ഫ്യൂൽ ഉപയോഗിച്ച് മുന്നോട്ട് കുതിക്കുകയും ഓർബിറ്റിലെത്തുകയും ചെയ്യുന്നു. ആ പോണ പോക്കിൽ തന്നെ ഈ ഫ്യൂൽ ടാങ്കിലുള്ള ഫ്യൂലെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ആ ഫ്യൂൽ ടാങ്കിനെയും താഴേക്ക് പതിപ്പിക്കുന്നു. ആ ഫ്യൂൽ ടാങ്ക് പൊതുവെ സാധാരണ റീയൂസ് ചെയ്യാറില്ല. അത് ആകാശത്തിലൂടെ താഴേക്ക് വരുമ്പം തന്നെ കുറേ കത്തിക്കരിഞ്ഞിരിക്കും, ബാക്കിയുള്ളത് കടലിലും വീഴും. ISSൽ എത്തുകയാണെങ്കിൽ ഇത് ISSുമായിട്ട് ഡോക്ക് ചെയ്യുന്നു. ഈ ഡോക്ക് ചെയ്തതിന് ശേഷം ഈ ISSും സ്പേസ് ക്രാഫ്റ്റും കൂടെ ഒരുമിച്ച് കറങ്ങുന്നു.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച ശേഷം പരീക്ഷണങ്ങൾ റിപ്പയർ വർക്കാണെങ്കിൽ റിപ്പയർ വർക്ക്, ഇൻസ്റ്റലേഷൻ ഇവയെല്ലാം നിർവഹിച്ച ശേഷം നോർമലി ഒരു 6 മാസം വരെയൊക്കെ, 6 മാസമോ അതിന് താഴെയുള്ള ഒരു പീരീഡിലാണ് അവരവിടെ കഴിയുന്നത്. അത്രയും പ്രവർത്തികൾ ചെയ്തതിന് ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് ഈ ഓർബിറ്റർ എത്തുന്നു. 1986 ചലഞ്ചർ, 2003 കൊളംബിയ എന്നീ US സ്പേസ് ഷട്ടിൽ അവയുടെ റീ എൻട്രി ഘട്ടത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് അതിലുള്ള എല്ലാ ക്രൂ മെമ്പേഴ്സും മരണപ്പെട്ടിരുന്നു. ഈ STS വളരെ റിസ്കിയും അൺസേഫും ആണെന്ന് കണ്ടെത്തി അമേരിക്ക ഈ സ്പേസ് ഷട്ടിൽ പദ്ധതി ഉപേക്ഷിച്ചു. അതിനുശേഷം സ്പേസിലേക്ക് പോകുന്നതിനായിട്ട് റഷ്യയുടെ സോയൂസ് ആണ് ഉപയോഗപ്പെടുത്തിയത്. അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദ്രനിൽ വരെ പോവുകയും ഹബിൾ ടെലിസ്കോപ്പ് എന്ന് പറയുന്ന വളരെ സങ്കീർണമായ ഒരു സ്പേസ് ടെലിസ്കോപ്പ് നിർമ്മിച്ച് സ്പേസിലേക്കുകയും ചെയ്ത അമേരിക്കയ്ക്ക് സ്വന്തമായി വാഹനമില്ലാതെ മറ്റൊരു രാജ്യത്തെ, അതും അവരുടെ പഴയ എതിരാളിയായിരുന്ന റഷ്യയെ ആശ്രയിക്കുക എന്ന് പറയുന്നത് അമേരിക്കൻ ജനതയ്ക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അക്കാരണത്താൽ നാസ ഒരു തീരുമാനമെടുത്തു. അവരായി സ്പേസ് ഷട്ടിൽ നിർമ്മിക്കുന്നില്ല, പകരം അത് അമേരിക്കയിലുള്ള കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ടെൻഡർ വിളിച്ചു. ആ ടെൻഡർ കിട്ടിയത് 2 കമ്പനികൾക്കാണ്. ഒന്ന് നമ്മുടെ എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിനും മറ്റൊന്ന് ബോയിങ്ങിനുമാണ്. വലിയ തുകയ്ക്കുള്ള ടെൻഡറാണ് സ്പേസ് എക്സിന് കിട്ടിയത്. അതിനേക്കാൾ ചെറിയ തുകയ്ക്കുള്ളതാണ് ബോയിങ്ങിന് കിട്ടിയത്. അങ്ങനെ അവർ 2 കൂട്ടരും അവരുടേതായിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ്, പക്ഷേ ഇപ്പോൾ അതിൽ കുറച്ച് മോഡിഫൈ ചെയ്ത സ്പേസ് ക്രാഫ്റ്റാണ്. അതിനെ വിളിക്കുന്നത് ക്യാപ്സ്യൂൾ എന്നാണ്, ബാലിസ്റ്റിക് ക്യാപ്സ്യൂൾ എന്നാണ്. അതിൻ്റെ ഡിസൈനിൽ നല്ല വ്യത്യാസമുണ്ട്. പഴയ ചലഞ്ചർ പോലെ അല്ലെങ്കിൽ ഡിസ്കവറി പോലെയുള്ള സ്പേസ് ഷട്ടിലുമായിട്ട് ഇതിന് ഘടനാപരമായ വ്യത്യാസമുണ്ട്. ഇതിന് വിങ്സ് ഇല്ല. മാത്രമല്ല ഇവയൊക്കെ ലാൻഡ് ചെയ്യുന്നത് ഒന്നുകിൽ കരയിൽ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിലായിരിക്കും. മറ്റതങ്ങനെയല്ല, കൃത്യമായ നമ്മൾ വിമാനം വന്നിറങ്ങുന്ന പോലെ കൃത്യമായ റൺവേയിലായിരിക്കും വന്നിറങ്ങുന്നത്. ഇത് താഴേക്ക് ഇറങ്ങുന്നത് പാരച്യൂട്ടിൻ്റെ സഹായത്താലാണ്. സ്പേസ് എക്സ് അവരുടെ ഫാൽക്കൺ റോക്കറ്റുകൾ തന്നെയാണ് ഈ മൊഡ്യൂളുകളെ വിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ സ്റ്റാർലൈനർ എന്ന ബോയിങ്ങിൻ്റെ ക്യാപ്സ്യൂളുകൾ ഏത് റോക്കറ്റ് ഉപയോഗിച്ചും ലോഞ്ച് ചെയ്യാൻ കഴിയും. 2024 ജൂൺ 5 ബോയിങ്ങിൻ്റെ സ്റ്റാർലൈൻ എന്ന സ്പേസ് ക്യാപ്സ്യൂളിലാണ് സുനിത വില്യംസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ മൊഡ്യൂളിൽ ഹീലിയം ലീക്കേജും അതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും അതിനെ തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഓട്ടോണമസ് ആയിട്ട് ഭൂമിയിലേക്ക് വന്നു. പക്ഷെ റിപ്പയർ ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അത് കുറച്ച് റിസ്കി ആണെന്ന് അറിഞ്ഞുകൊണ്ട് നാസ സ്പേസ് എക്സിൻ്റെ ആ ഡ്രാഗൺ ക്യാപ്സ്യൂളിനെ അയച്ച് ഇവരെ കൊണ്ടുവരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും. 2025 ഫെബ്രുവരി മാസത്തോടുകൂടി മാത്രമേ അവരെ കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നാണ് നാസ അറിയിക്കുന്നത്. ഈ ആസ്ട്രോണറ്റുകളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് നാസ അറിയിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇരുവരും ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് ആശിക്കാം.